ശരീരത്തിലെ കരൾ കോശങ്ങളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എന്നാൽ കരളിന്റെ വീക്കം എന്നാണ് അർത്ഥമാക്കുന്നത്. പോഷകങ്ങൾ പ്രോസസ്സ് ചെയ്യുകയും രക്തം ഫിൽറ്റർ ചെയ്യുകയും അണുബാധകൾക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ഒരു സുപ്രധാന അവയവമാണ് നമ്മുടെ കരൾ. എന്താണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്? നോക്കാം. വൈറസ് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്ന രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ക്ഷീണം, പനി, തലവേദന, ഓക്കാനം, ഛർദി, വയറിളക്കം അങ്ങനെ ഇതിന്റെ ലക്ഷണങ്ങൾ ഏറെയാണ്. മൂത്രത്തിന് മഞ്ഞനിറമുണ്ടാകും, കണ്ണിനും മഞ്ഞനിറമുണ്ടായേക്കാം. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ലെങ്കിൽ അത് കരളിനെ വരെ ബാധിച്ച് മരണം സംഭവിക്കാം. അമിതമായ മദ്യപാനം, പൊണ്ണത്തടി, ചില രാസവസ്തുക്കൾ അങ്ങനെയുള്ളവയൊക്കെ ഈ രോഗത്തിന് കാരണമാകാറുണ്ട്. അഞ്ച് തരം ഹെപ്പറ്റൈറ്റിസ് ബാധ: ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി, ഇ. ഇതിൽ എയും ഇയും പകരുന്നത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ്. ബി, സി, ഡി എന്നിവ പകരുന്നതാകട്ടെ രക്തം സ്വീകരിക്കുന്നത് വഴിയും അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിലൂടെയും അതുപോലെ രോഗിയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എയും ബിയുമാണ്. കൃത്യസമയത്ത് ചികിത്സ സ്വീകരിച്ചില്ലെങ്കിൽ ജീവന് തന്നെ അപകടം സംഭവിച്ചേക്കാം. ഒരു രോഗമുള്ള ആളിൽ നിന്ന് അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴോ അയാളുടെ ശരീരസ്രവങ്ങൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അതുമായി കോണ്ടാക്ട് വരുമ്പോഴോ ആണ് ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി എന്നിവ ഉണ്ടാകുന്നത്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പടരുന്നത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിനെ പ്രതിരോധിക്കാൻ കഴിയും. വൃത്തിഹീനമായ സാഹചര്യത്തിലുണ്ടാക്കുന്ന ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, തുറന്നു വച്ചിരിക്കുന്നതോ തണുത്തതോ, അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു എന്നുള്ളതല്ല, ചൂടാറി തുറന്നിരിക്കുന്ന അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, വീട്ടിലെ കിണർ ഇടയ്ക്കിടെ ശുചിയാക്കുക, പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയെയും നമുക്ക് അകറ്റി നിർത്താൻ കഴിയും. അതായത് വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം ഇതൊക്കെ പാലിച്ചാൽ ഈ രോഗത്തെ മാറ്റി നിർത്താവുന്നതാണ്. വയറിളക്ക രോഗങ്ങൾ ബാധിച്ചാൽ ശരീരത്തിൽ ജലാംശം നഷ്ടമാകും, പോഷകാംശങ്ങളും ധാതു ലവണങ്ങളുടെയും സാന്നിധ്യം നഷ്ടമാകും. ഇത് നിർജ്ജലീകരണത്തിലേക്ക് വഴിതെളിക്കും. അതാകട്ടെ മരണത്തിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കരുത്. രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ ശാസ്ത്രീയമായി ചികിത്സ തേടണം. അശാസ്ത്രീയ ചികിത്സയ്ക്ക് ഗുഡ് ബൈ പറയാം. കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗബാധയെ അതീവ ഗൗരവത്തോടെ കാണുകയും വേണം.